ആൻജിയോന്യൂറോട്ടിക് എഡിമ എന്ന് പറയുന്ന ആ അസുഖത്തിൽ ദേഹത്ത് മൊത്തം ഒരു റിയാക്ഷൻ ഉണ്ടാവും. അതായത് അത് തോലും സ്കിൻ്റെ താഴെയുള്ള സ്ട്രക്ചേഴ്സിനെ എല്ലാം ഇൻവോൾവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചിലപ്പം ലാരിങ്സ്, അതായത് വോയിസ് ബോക്സിനും ബാധിപ്പ് വരും. അങ്ങനെ വോയിസ് ബോക്സ് ബാധിപ്പ് വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ഇൻട്രഡക്ഷൻ തരാം, ഇതിൻ്റെ കാരണം എന്താണെന്ന്. ഇപ്പോൾ ഈ രക്തത്തിനകത്ത് കോംപ്ലിമെന്റ് സിസ്റ്റം ഉണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ദേഹത്തിൻ്റെ വെളിയിൽ നിന്ന് ബാക്ടീരിയ, വൈറസ്, എന്തെങ്കിലും അലർജി ഫോം അങ്ങനെയെങ്കിലും വരുവാണെങ്കിൽ ഈ കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. ആ ബാക്ടീരിയ വെളിയിൽ നിന്ന് വരുന്ന സാധനത്തിന് ഇല്ലാതാക്കാൻ. സാധാരണ ഈ കോംപ്ലിമെന്റ് സിസ്റ്റം ഇന്നാക്റ്റീവ് ആയിട്ട് വയ്ക്കാൻ വേണ്ടി C1 എസ്ട്രേസ് ഇൻഹിബിറ്റ് വയ്ക്കാൻ വേണ്ടി ഒരു എൻസൈം ഉണ്ട്. അപ്പോൾ ഈ ആൻജിയോന്യൂറോട്ടിക് എഡിമ എന്ന് പറയുന്ന അസുഖത്തിൽ C1 എസ്ട്രേസ് എൻസൈം ചിലപ്പോൾ ജന്മനാ കാണത്തില്ല. അപ്പോൾ ചെറിയൊരു ഇൻഫെക്ഷനോ എന്തെങ്കിലും മതി അത് കോംപ്ലിമെന്റ് സിസ്റ്റത്തിന് ആക്ടിവേറ്റ് ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ, വൈറസ് ഒക്കെ വന്ന് ഈ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള C1 എസ്ട്രേസിന് ഇന്നാക്ടിവേറ്റ് ചെയ്യാനുള്ള സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ കോംപ്ലിമെന്റ് സിസ്റ്റം ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് ആക്ടിവേറ്റ് ആയി അവസാനമായിട്ട് ആ സെൽസിനും കൂടാതെ ബാക്ടീരിയയും അടിച്ചു കളയാനുള്ള എൻസൈംസ് ഒരുപാടുണ്ടാക്കും ഒരേ സമയത്ത് തന്നെ. അങ്ങനെയാണ് ഈ തോലിൻ്റെ താഴെയുള്ള ലെയറും ദേഹത്തിൻ്റെ പല ഭാഗവും എഫക്റ്റ് ആവുന്നത്. ഇപ്പോഴ് നമ്മൾ ഈ കോംപ്ലിമെന്റ് സിസ്റ്റമിൻ്റെ എങ്ങനെ ആക്ടിവേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. ഈ സിസ്റ്റം വഴി ഇത് രണ്ട് രീതിയിലുണ്ട്. അതായത് ജന്മനായിട്ട് അച്ഛൻ്റെ ഉണ്ടെങ്കിൽ പിള്ളേർക്കുണ്ടാവും, ഹെറിഡിറ്ററി. രണ്ടാമത് എന്തെങ്കിലും അലർജി, എന്തെങ്കിലും മെഡിസിൻ എടുക്കുകയാണെങ്കിലോ ഏതെങ്കിലും പർട്ടിക്കുലർ ഫുഡ് എടുക്കുകയാണെങ്കിലോ, അത് ഡ്രഗാണ് ഏറ്റവും കോമൺ, അങ്ങനെ ആണെങ്കിലും വരാം. അപ്പോൾ പേഷ്യൻ്റെ കംപ്ലൈൻറ്റ് അവർ പറയും എന്തോ ഒന്ന് കഴിച്ചു, പെട്ടെന്ന് ദേഹം മൊത്തം തടിച്ചു. ഈ പിക്ചറിൽ കാണുന്ന പോലെ ദേഹം മൊത്തം തടിച്ചു, ചൊറിച്ചൽ തുടങ്ങി, കണ്ണ് വീക്കമുണ്ടായി, ലിപ്സൊക്കെ ഭയങ്കരമായിട്ട് വീങ്ങി, ദേഹം മൊത്തം ചൊറിച്ചലുണ്ട്, തടിപ്പുണ്ട്, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ചുമ ഒരുപാടുണ്ട്, ശബ്ദം മാറും. അപ്പോൾ നമ്മൾ ലാരിങ്സിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റി മാത്രമാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, ശബ്ദം മാറുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ആ പേഷ്യനെ എക്സാമിൻ ചെയ്യും. അവർക്ക് ശ്വാസം മുട്ടലായിട്ട് വരും, ഹാർട്ട് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, റെസ്പിറേറ്ററി റേറ്റ് കൂടുതലായിരിക്കും, ഓക്സിജൻ ലെവൽ നോക്കുമ്പോൾ ഓക്സിജൻ ലെവൽ കുറഞ്ഞു വരും, പേഷ്യൻ്റ് ശ്വാസം എടുക്കാതെ ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലുക്കിൽ നോക്കുമ്പോൾ ഇതൊരു അലർജിക് റിയാക്ഷനായിട്ട് മാത്രമേ തോന്നത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലർജിക് റിയാക്ഷനും ഒരു കാരണമാണ്, ഹെറിഡിറ്ററിയും ഒരു കാരണമാണ്. പക്ഷേ രണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും, ആദ്യം ഒരു എൻഡോസ്കോപ്പി ഇട്ട് ശ്വാസം മുട്ടൽ വരാനുള്ള കാരണം എന്താണെന്ന് നോക്കും. ആ എൻഡോസ്കോപ്പി മൂക്ക് വഴി നേരെ തൊണ്ടയിലോട്ട് വന്ന് ആ വോക്കൽ കോർഡ്സ്, ലാരിങ്സിൻ്റെ അവിടെ എത്ര തടസ്സമുണ്ടോയെന്ന് നോക്കും. നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലഡ് ടെസ്റ്റ് വിടും. അതിനകത്ത് ടോട്ടൽ കൗണ്ട് WBC ഒക്കെ കൂടുതലുണ്ടോ എന്നറിയാൻ. അത് ഇൻഫെക്റ്റീവ് കോസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ അലർജിക് കോസ് ആയിരിക്കാം. ഹെറിഡിറ്ററി ആണെങ്കിൽ CBCയിലും CRPയിലും അറിയത്തില്ല. ഡോക്ടറിന് ഇത് സംശയം തോന്നുവാണെങ്കിൽ, ഇത് കൺട്രോൾ ആവാത്തതാണ്, ഇത് ഈ പർട്ടിക്കുലർ ഡിസീസ് ആണെന്ന് കൺഫേം ചെയ്യണമെങ്കിൽ C1 എസ്ട്രേസ് ഇൻഹിബിറ്റർ ദേഹത്ത് എത്ര ഉണ്ടെന്ന് അറിഞ്ഞാലേ ഇതിൻ്റെ കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. ആ ഡോക്ടറിനെ അറിഞ്ഞാലേ അറിയത്തുള്ളൂ. ഇത് കോമൺ കണ്ടീഷൻ അല്ല, അതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇതിന് ടെസ്റ്റ് ബോംബെയിലോ ഹയർ സെൻറ്റേഴ്സിലോ മാത്രമേ ഉള്ളൂ. ബ്ലഡ് ടെസ്റ്റ് എടുത്ത് വിടുക ചെയ്യുന്ന താമസിച്ചാണ് റിപ്പോർട്ട് വരുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റും. അപ്പോൾ അത് കൂടാതെ അലർജി ആണെങ്കിൽ സെറം ട്രിപ്റ്റേസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതലാണെങ്കിൽ അത് അലർജി കൊണ്ട് വന്നാണ് ഈ അസുഖം തന്നെ, പക്ഷെ അത് അലർജിയാണ് ഇതിൻ്റെ കോസ് എന്നർത്ഥം. അപ്പോൾ ഈ പേഷ്യൻ്റ് വരുന്നത് ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നായിട്ട് പതുക്കെ തുടങ്ങി ശ്വാസം മുട്ടലിലോട്ട് പോകുന്നതായിരിക്കും. ചിലവർ കയറുമ്പോൾ തന്നെ ശ്വാസം മുട്ടലായിട്ട് കൊളാപ്സ് ചെയ്താണ് വരുന്നത്, ശ്വാസം കിട്ടാതെ. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് അവർ വായു വഴി ട്യൂബ് ഇടണം, അല്ലെങ്കിൽ ശ്വാസം കിട്ടാൻ വേണ്ടി ട്രക്കിയോസ്റ്റമി ചെയ്യണം. സാധാരണ ആദ്യം പറയുന്ന ട്യൂബ് ഇടുന്നതാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ശ്വാസം ആ എയർവേ സെക്യൂർ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്
അപ്പോൾ ഹെറിഡിറ്ററി ആണെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും, നോൺ ഹെറിഡിറ്ററി ആണെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഹെറിഡിറ്ററി ആണെങ്കിൽ നമ്മൾ ഓക്സിജൻ ഇൻഹലേഷൻ വെച്ച് തുടങ്ങും, IV ഫ്ലൂയിഡ്സ് കൊടുക്കും. ഇതിൻ്റെ സ്പെസിഫിക് മെഡിസിൻ ഇഞ്ചക്ഷൻ C1 എസ്ട്രേസ് കോൺസെൻട്രേറ്റ് തന്നെ കൊടുക്കണം. അത് അവൈലബിൾ ആയിരിക്കത്തില്ല പല ഹോസ്പിറ്റലിലും. അതിന് പകരം ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ ഉണ്ടാവും, അത് കൊടുത്താൽ മതി. C1 എസ്ട്രേസ് കോൺസെൻട്രേറ്റ് ഇല്ലെങ്കിൽ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ ആയിരിക്കും. ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന റിസർച്ച് പ്രോസസ്സിൽ ഇരിക്കുന്ന മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ കാലിക്രിൻ ഇൻഹിബിറ്റേഴ്സും ബ്രാഡിക്കൈനിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. ഇപ്പോൾ ഇത് തന്നെ അലർജിക് ടൈപ്പ് ആണെങ്കിൽ അഡ്രിനാലിൻ സബ്ക്യൂട്ടിനസ് ആയിട്ട് കൊടുക്കും, ഓക്സിജൻ കൂടാതെ സ്റ്റീറോയിഡ്സ് കൊടുക്കും, ആൻറ്റിഹിസ്റ്റമിൻ കൊടുത്തിട്ട് IV ഫ്ലൂയിഡ്സും സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് ലാസ്റ്റേ ഉള്ളൂ, ആദ്യം ഇതായിരിക്കും കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഹെറിഡിറ്ററിയും നോൺ ഹെറിഡിറ്ററിയും നിങ്ങൾ കണ്ടു കാണും, രണ്ടും വ്യത്യാസമുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഹെറിഡിറ്ററിക്ക് നമ്മൾ സ്റ്റീറോയിഡും എപ്പിനെഫ്രിനൊക്കെ എടുത്താൽ ഏക്കില്ല, വേറെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതിന് സ്പെസിഫിക് ടെസ്റ്റ് എന്ന് പറയുന്നത് C1 എസ്ട്രേസ് ഇൻഹിബിറ്റർ രക്തത്തിൽ കുറവുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞാലാണ്. ഇത് ഒരു കാര്യം ഓർക്കണം, ഇത് ഈ അസുഖം വീണ്ടും വീണ്ടും വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. ഇങ്ങനെയാണ് നമ്മൾ ആൻജിയോന്യൂറോട്ടിക് എഡിമ ലാരിങ്സ് മാനേജ് ചെയ്യുന്നത്. നമസ്കാരം.